ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇതോടുകൂടി സെപ്റ്റിക് ടാങ്ക് മാലിന്യമടക്കം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുവാനും തുടങ്ങി. സ്വകാര്യ വ്യക്തി സമീപ പ്രദേശത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്നാണ് സെപ്റ്റിക് ടാങ്കിന് പാടുകൾ സംഭവിച്ചതെന്ന ആക്ഷേപവും ഉയരുന്നു. പകർച്ചവ്യാധികളടക്കം പകർന്നു പിടിക്കുന്ന സമയത്താണ് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മലിനജലം ബസ് സ്റ്റാൻഡിലൂടെ ഒഴുകുന്നത്. കഴിഞ്ഞ ദിവസമാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചത്. ഇതോടുകൂടി ദിനംപ്രതി ബസ് സ്റ്റാൻഡിലെത്തുന്ന ആയിരക്കണക്കിന് യാത്രികരും ബസ് ജീവനക്കാരും സമീപത്തെ വ്യാപാരികളുമടക്കം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനാകാതെ ബുദ്ധിമുട്ടിലാണ്. നെടുങ്കണ്ടം പഞ്ചായത്ത് ഇവിടെ പണിതാക്കുന്ന ഈ ബാത്റൂം ഇതിപ്പം വർഷത്തിൽ ഒരു 4 വർഷം ഇത് അടച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ ദിവസം ഇത് അടച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി ടാങ്ക് നടന്നൊഴുകി മലിനമല്ല ഈ സ്റ്റേഷനകത്തോട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം. ഇത് ആരെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് വന്നിട്ട് തുറന്നു വന്നിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് അടച്ചിടേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ടാങ്ക് നല്ലൊരു വലിയ ടാങ്ക് വന്നിട്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളെ യാത്രക്കാരുടെയും ബസ്സുകാരുടെയും എല്ലാവരുടെയും ആവശ്യം. ഇതേസമയം സെപ്റ്റിക് ടാങ്കിലുണ്ടായ ബ്ലോക്കാണ് പ്രശ്നങ്ങളൊക്കെ കാരണമെന്നും സ്ഥലം സന്ദർശിച്ച് പരിഹാരമുണ്ടാക്കുമെന്നുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാൻ പോവുകയാണ്. നമ്മളതിന് പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്, പുതിയത് വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അടച്ചത് അവിടെ ഒരു ചെറിയ ബ്ലോക്ക് പോലെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതെന്താണെന്ന് ഹെൽത്തിലെ എയ്ഡ് ഓഫീസിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട്. ഞങ്ങളത് പോയി പരിശോധിച്ചിട്ട് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉടനെ തന്നെ പരിഹരിക്കും. അല്ലെങ്കിൽ അതിനെന്താ ബദൽ സംവിധാനം കാണണമല്ലോ, അത് നോക്കാൻ വേണ്ടി ഒന്ന് പോകാൻ ഇറങ്ങുമായിരുന്നു. ഇതേസമയം സ്വകാര്യ വ്യക്തി സമീപത്ത് നടത്തിയ നിർമ്മാണ പ്രവർത്തികളെ തുടർന്നാണ് നിലവിലുണ്ടായിരിക്കുന്ന ടാങ്കിന്റെ പ്രവർത്തനം നിലച്ചതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും സ്ഥലത്ത് സന്ദർശനം നടത്തിയെങ്കിലും പരിഹാരമൊന്നുമായില്ല. അടിയന്തരമായി കംഫർട്ട് സ്റ്റേഷൻ തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.